സിനിമാ സെൻസറിങ് ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയം കലയുമായി കടന്ന് പോകുമ്പോഴുണ്ടാകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാണ് രാഷ്ട്രീയവും കലയും ഒരുമിച്ചുള്ളൊരു കോമ്പിനേഷൻ. പക്ഷേ അത് എങ്ങനെ നെഗറ്റീവായും വെറുപ്പ് പടർത്താനും ഒക്കെ പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി വലിയ ചർച്ചയാവുന്ന സമയത്താണ്. എന്താണ് സമീപകാല വിവാദങ്ങൾ എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ ഒരുപാട് സിനിമകൾക്കെതിരെ ഇത്തരം സെൻസറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുകളുടെ പ്രതിഷേധമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മലയാളത്തിലെ ഏറ്റവും വിവാദമായ വിഷയത്തിലേക്ക് തന്നെ പോകാം. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനിലെ റീസെൻസർ ആണ് അതിലെ ഏറ്റവും വിവാദം. കാരണം നമുക്കറിയാം, ആ സിനിമ ഇറങ്ങിയതിനു ശേഷം 2 ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി വലിയ വിവാദമാകുന്നു. അതിലെ കണ്ടന്റിനെതിരെ അത് സെൻസർ ബോർഡ് അത് ശ്രദ്ധിച്ചില്ല എന്ന നിലയ്ക്കാണ് സംഘപരിവാർ അനുകൂല സംഘടനകളൊക്കെ രംഗത്ത് വരികയും പിന്നീട് സീനുകൾ വെട്ടി കുറയ്ക്കണം, അങ്ങനെ 16 വെട്ട് അങ്ങനെ അത് റീസെൻസർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലും 2 പക്ഷം സ്വാഭാവികമായിട്ടും വളരെ ശക്തമായി നിന്നു. ഒപ്പമാണ് മാർക്കോ. അതിന് കുറച്ച് മുൻപാണ് മാർക്കോ ഒരു വിലക്ക് നേരിടുന്നത്. പക്ഷേ അതിനോട് എനിക്കൊണ്ട് ഭൂരിഭാഗം ആളുകളും യോജിക്കുന്ന കാര്യമാണ്. കാരണം അത്രയേറെ കടുത്ത വയലൻസ് ഉള്ളതാണത്. ടെലിവിഷനിൽ പ്രദർശിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതൊരു പൊതുജന വികാരം അതിനനുകൂലമായിരുന്നു. മാത്രമല്ല കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് ടെലിവിഷനിൽ അതിലെ അക്രമ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിക്കരുത് എന്ന നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ലിയോ ട്രെയിലറുമായി ബന്ധപ്പെട്ട പ്രശ്നം. ലിയോ നമുക്കറിയാം വിജയുടെ ലോകേഷ് കനകരാജ് ചിത്രമാണ്. അതിൽ ട്രെയിലറിൽ വിജയ് പറയുന്ന ഒരു ഡയലോഗ് വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. സെൻസർ ചെയ്യപ്പെടാത്ത ട്രെയിലർ പുറത്തിറക്കിയെന്ന ആരോപണമുണ്ടായി. ഒപ്പം തന്നെ ഈ മാർക്കോ നേരിട്ടതുപോലെ സമാനമായ നിലയിലാണ് വയലൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് ചില രംഗങ്ങൾ, ഒപ്പം തന്നെ രക്തം ചീറ്റുന്ന രംഗങ്ങളടക്കമൊക്കെ നീക്കം ചെയ്യണമെന്ന്. അതൊക്കെ നമുക്കൊരു വിവാദമായി പറയാൻ കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ കുട്ടികളൊക്കെ കാണുന്ന ചിത്രമായതുകൊണ്ട് പുലർത്തേണ്ട ചില ജാഗ്രതകൾ വേണമെന്ന് സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച കാര്യമാണ്. അതുതന്നെയാണ് ജയിലറിനെതിരെ. ജയിലറിലും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജി വന്നിരുന്നു. അത് വളരെ ക്രൂരമായ രംഗങ്ങളുണ്ട്. അത് നമുക്ക് ഒരുപക്ഷെ സിനിമ കണ്ടിട്ടുള്ളവർക്കും അറിയാം. രജനികാന്ത് ചിത്രമാണ്, വിനായകൻ പ്രധാന വേഷത്തിലുള്ള സിനിമയാണ്, നല്ല സിനിമയൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാ രംഗങ്ങൾ ഇത്തിരി നമ്മളൊന്ന് കണ്ണ് വീണ്ടും എത്ര മുകളിലേക്ക് എത്ര കൂട്ടിക്കാണിക്കാം എന്നുള്ള പരീക്ഷണം സിനിമയിൽ ഉണ്ടാകുന്നതിന്റെ പേരിലുണ്ടായ വിവാദങ്ങളാണ്. അതൊക്കെ ന്യായീകരിക്കാവുന്നതാണ്. അതിപ്പോ നമുക്ക് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഒരു ലേബലിട്ട് വിളിക്കാവുന്നതല്ല. കുറച്ചുകൂടി കുട്ടികളെ അടക്കം കാണുന്നതായതുകൊണ്ട് നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് പുലർത്തേണ്ട ജാഗ്രതയാണ് അതിലെ സെൻസർ ഇടപെടൽ. പക്ഷേ ന്യായീകരിക്കാവുന്നത് എന്നതിനപ്പുറത്ത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന നിലയ്ക്ക് നമുക്കത് പറയുകയും ചെയ്യാം. ഇനി എന്താണ് സെൻസർ ബോർഡ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങൾക്ക് സെൻസർ ബോർഡ് എന്ത് മാനദണ്ഡങ്ങളാണ് വയ്ക്കുന്നത് എന്ന് കൂടി നോക്കാം. സിനിമ സാമൂഹ്യ മൂല്യങ്ങൾക്ക് ചേർന്ന് പോകുന്നതാണ് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ആ സാമൂഹ്യ മൂല്യങ്ങളിലാണ് വലിയ വിഷയങ്ങൾ പലപ്പോഴും വരാറുള്ളല്ലേ മാധവ്? ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുക, അതാണ് ഇപ്പോൾ സെൻസർ ബോർഡിനെതിരായ ഏറ്റവും വലിയ ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നതും. സെൻസർ ബോർഡ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്നുള്ളതാണ്. ദോഷകരമായി ബാധിക്കാത്ത വിനോദം ഉറപ്പാക്കുക, ഗുണനിലവാരമുള്ള സർഗസൃഷ്ടികളെന്ന് ഉറപ്പാക്കുക എന്നതൊക്കെയാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ സർഗസൃഷ്ടി അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉറപ്പുവരുത്താനുള്ള ഒരു നിലയിലൊന്നും അല്ല സെൻസർ ബോർഡിൻ്റെ പ്രവർത്തനം. അതിന് ഈ വയലൻസ് അടക്കമുള്ള കാര്യങ്ങളെ കൃത്യമായി നോക്കുക, ഏതെങ്കിലും സമൂഹങ്ങളെയോ വിഭാഗങ്ങളെയോ ഒക്കെ വ്രണപ്പെടുത്തുന്ന നിലയിൽ എന്തെങ്കിലും പരാമർശങ്ങളുണ്ടെങ്കിൽ, രാജ്യസുരക്ഷയെ രാജ്യത്തിനെതിരായ എന്തെങ്കിലും പരാമർശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കുക എന്നതൊക്കെയാണ് സെൻസർ ബോർഡ് ചെയ്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പേരിൽ പോലും അത് വലിയ വിവാദം ഉണ്ടാക്കുന്നു എന്നതാണ് സിനിമാ മേഖലയിൽ വിവാദം ഉണ്ടായപ്പോഴാണ് സെൻസർ ബോർഡിൽ ആരൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ രാഷ്ട്രീയ സാമുദായിക താല്പര്യ കക്ഷികളുടെ അംഗങ്ങൾ അവിടെ ഉണ്ട്, ആരുടെയൊക്കെ തിട്ടൂരം വേണം അല്ലെങ്കിൽ ആരുടെയൊക്കെ തുല്യം ചാർത്തപ്പെടണം ഒരു സിനിമ റിലീസ് ആകണമെങ്കിൽ എന്നതടക്കം മനസ്സിലായത്.